ജാസ് ചേട്ടാ, ഇപ്പോൾ ഈ ഒരു സമയത്ത് യൂത്ത് ഐക്കണാണ്, റാപ്പ് മ്യൂസിക്കൽ യൂത്ത് ഐക്കണാണ് ഡെപ്സിയും അതുപോലെ വേടനൊക്കെ. ഇപ്പൊ വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. അയ്യോ, സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. 6 മണിക്കാണ് ഗാനം. കുഴപ്പമില്ല. അല്ല, ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ല കേട്ടോ. സത്യല്ലേ? നമ്മള് ജാസിയേട്ടന്റെ കൗണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ കുഴപ്പമുള്ളൂ, ജാസിന് ക്യാമറ ഒക്കെ മാറ്റി വെച്ചോ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് തമാശ അടിക്കാൻ മാത്രം പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. സാധാ രീതിയിലൊരു വേറെ കലാകാരന്മാരെ പറ്റി ചോദിക്കുന്നതൊക്കെ സാധാ രീതിയിലാണ്. ഏത് സിനിമയിലായിരുന്നാലും ശരി, ഏതിലായിരുന്നാലും ശരി, ബാക്കിയുള്ള ഒരു ആക്ടേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ സിംഗേഴ്സ് ആവട്ടെ എല്ലാവരെയും പറ്റി ചോദിക്കുന്നത് ഒരു സാധാരണ രീതിയിലാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം. പക്ഷേ ഇങ്ങനത്തെ റെസ്പോൺസൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തോ വലിയൊരു തമാശ ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. അതും കൂടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടായിട്ട് എന്തോ ഇങ്ങനെ തമാശ പറയാനുണ്ടെങ്കിൽ ജാസിയെ കഴിഞ്ഞിട്ടേ കഴിയും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കൗണ്ടർ അടിക്കാനും ജാസിയെ കഴിഞ്ഞിട്ടേ കഴിയുന്നു, ഭയങ്കരമായിട്ട് പൊക്കി അടിക്കുക. ഇനി അതിന് മാത്രമൊന്നും ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ അത് മാന്യമായിട്ടുണ്ടെങ്കിൽ അതിന്മേൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം. അതല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഓക്കെ എന്ന് പറയാം. അതല്ല ചുമ്മാ ഓരോരോ തമാശ കാണിക്കുന്ന പറഞ്ഞാൽ ഓരോരോ രീതിയിലെ കാര്യങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആങ്കർ തന്നെ ചോദിച്ച ചോദ്യത്തിന് അവർ ഉത്തരവേ പറഞ്ഞിട്ടില്ല. ആങ്കർ ചോദിച്ച ചോദ്യം വേറെ, ഇവർ സംസാരിക്കുന്ന വേറെ കാര്യങ്ങളാണ്. ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ ജാസി കാണിച്ചതിൻ്റെ കാര്യം തന്നെ, ഇപ്പോൾ തമാശയൊക്കെ സാധാരണ രീതി ആൾക്കാരൊക്കെ അടിക്കുന്നത് നോർമലായിട്ടുള്ള കാര്യം തന്നെ. പക്ഷേ അത് അടിക്കേണ്ട സ്ഥലം അല്ലെങ്കിൽ ഏതിനാണെന്നുള്ളതൊക്കെ ഓരോരോ രീതിയുണ്ട്. ഇതുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ട് ഒരാളെ ഭയങ്കര നാണം കെടുത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരാളെ പറ്റി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതേകണത്തുള്ള കാര്യം കാണിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ ആരെങ്കിലും പറ്റി നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനഃപൂർവ്വം ആളെ ഉണ്ടായി ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കണക്കത്തുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളെ കൂടെ ഉള്ളവർ അത് മനസ്സിലാക്കി പറഞ്ഞു തരേണ്ടതാണ്. അതിന് പകരം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര നല്ലതുള്ള കാര്യമല്ല. സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.